ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുള്ള മദേഴ്സ് വെജ് പ്ലാസയിലാണ്. നമുക്ക് പോത്തീസിൽ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഏകദേശം ഒരു 8:30-9 മണിയായി. അപ്പോഴത്തേക്കും നമ്മൾ വെജിറ്റേറിയൻ കഴിച്ചാലോ എന്ന് പറഞ്ഞ് ആലോചിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് മദേഴ്സ് ലൈവ് ഗീ ബോളീസ് എന്ന് പറഞ്ഞ് ഒരു സ്ഥലം ഉണ്ട്. അതായത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബോളി ലൈവായിട്ട് ഉണ്ടാക്കി തരുമെന്നാണ്. അധികം വൈകിപ്പിക്കാതെ നമ്മളെല്ലാവരും അകത്തോട്ട് കയറിയിട്ട് നമുക്ക് 4 പേർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ ഇരിപ്പായി. എന്നിട്ട് അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. വെജിറ്റേറിയൻ ഹോട്ടലാണ്, അപ്പോൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ. അപ്പം ഞാനാണെങ്കിൽ എന്തായാലും ഫ്രൈഡ് റൈസേ പറയൂ. ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും മാത്രമേ ഞാൻ പറയൂ. ഞാൻ അവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിലെ ആംബിയൻസിനെ കുറിച്ച് ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വെയിറ്റർ ചേട്ടനാണെങ്കിൽ സാമ്പാർ, ചട്നി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അവർ സെർവിങ് സ്റ്റൈലൊക്കെ വളരെ കിടിലും. അങ്ങനെ അവസാനം നമ്മളൊരു ഐഡിയയിലെത്തി. അതായത് ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും ഓർഡർ ചെയ്തു. അമ്മ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും, അച്ഛൻ പ്ലെയിൻ ദോശ, അതുപോലെ ചേട്ടൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ മട്ടർ പനീർ ദോശയാണ് ചേട്ടൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു സവിശേഷത എന്ന് പറയുമ്പം നിങ്ങൾ നേരെ കാണുന്ന ഈ ഒരു TV മോണിറ്ററിൽ ഇവിടെ ഏതൊക്കെ യൂട്യൂബേഴ്സ് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരെല്ലാ വീഡിയോസും ഈ TV മോണിറ്ററിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരു വലിയ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതുവഴി യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഫുഡൊക്കെ വരാനായിട്ട് കുറച്ച് നേരം പിടിക്കും. അതായത് സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന രീതിയിലുള്ള ടൈം തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഒരു 7-8 മിനിറ്റ് എടുക്കും ഫുഡ് വരണമെങ്കിൽ. എന്നാലും ഇവിടെ ഈ ആൾക്കാർ, അതാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ആൾക്കാർ എത്രത്തോളം ഇറങ്ങുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി ആൾക്കാർ കയറുന്നുണ്ട്. അതായത് എന്താണെന്നറിയത്തില്ല, ഒരു പക്ഷേ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും അവർ ഇങ്ങനെ വരുന്നത്. TV മോണിറ്ററിൽ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബേഴ്സിൻ്റെ ഓരോ വീഡിയോസ് തന്നെയാണ്. ഇതുവഴി കോപ്പിറൈറ്റ് കിട്ടല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവിടെ ചെറിയ യൂട്യൂബേഴ്സ് ആയാലും വലിയ യൂട്യൂബേഴ്സ് ആയാലും ഫേമസ് യൂട്യൂബേഴ്സ് ആയാലും ആരൊക്കെ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും വീഡിയോ അവർ അങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് സദ്യയുടെ ആയാലും അവിടുത്തെ ഡിഷ്, അതായത് രാത്രിയിലത്തെ ഡിഷസ് ആയാലും ഉച്ചയ്ക്കുള്ള മീൽസ് ആയാലും എല്ലാം അവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കാണുന്നത് വഴി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയും അതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്നതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അപ്പം ഈ നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 2nd ഫ്ലോറാണ്. അതായത് മേലോട്ട് നമ്മൾ കയറി പോകാനുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ താഴെ എടുത്തുകൊണ്ട് നമുക്ക് മേലോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. അവർ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതിന് മുമ്പേ പാത്രം കൊണ്ടുവയ്ക്കുന്നു. ആ പാത്രമൊക്കെ അവർ ക്ലീൻ ചെയ്തത്, അതായത് നമുക്ക് കാണാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ടിഷ്യൂ പേപ്പർ ഇട്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ പ്ലേറ്റൊക്കെ അവർ തരുന്നത്. അവിടെ വന്നിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ മാത്രമല്ല, അവിടെ വന്നിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തികളുടെയും അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ അവാർഡ് അതുപോലെ കാര്യങ്ങളെല്ലാം അവർ ഈ TV മോണിറ്ററിൽ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അധികം വൈകാതെ തന്നെ എൻ്റെ ഡിഷ് വന്നിട്ടുണ്ട്. അതായത് ചില്ലി ഗോപി അതുപോലെ ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും വന്നിട്ടുണ്ട്. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 3 അല്ലേ, അപ്പം 3 ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും ഒരു ഫ്രൈഡ് റൈസും അതുപോലെ ഒരു ചില്ലി ഗോപിയും വന്നിട്ടുണ്ട്. ഇനി ചേട്ടന് കിട്ടാനുള്ള മട്ടർ പനീർ ദോശയും അതുപോലെ തന്നെ അച്ഛന് കിട്ടാനുള്ള പ്ലെയിൻ ദോശയും വരാനുണ്ട്. ചേട്ടൻ ഫ്രൈഡ് റൈസ് എടുത്ത് കഴിച്ചു നോക്കി. അപ്പോഴത്തേക്ക് ആ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന്. അങ്ങനെ ചേട്ടൻ ടേസ്റ്റ് ചെയ്യുന്നത് കണ്ട് ഞാനും ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത് കഴിച്ച് നോക്കിയപ്പം അതായത് എല്ലാം ബാലൻസ്ഡ് ആയിട്ട്, സോസിൻ്റെ ഇത് എടുത്ത് നിൽക്കുന്നതൊന്നുമില്ല. ഈ ചില്ലി ഗോപിയിലെ സോസിൻ്റെ ഇത് എടുത്ത് നിൽക്കുന്നതൊന്നുമില്ല. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നല്ല രീതിയിൽ, അതായത് വെജ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പോലും, സാധാരണ എനിക്ക് നോൺ വെജാണ് ഇഷ്ടം, പക്ഷേ ഈ വെജ് ഫ്രൈഡ് റൈസ് എന്തുകൊണ്ടോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അധികം വൈകിപ്പിക്കാതെ തന്നെ അച്ഛനും അമ്മയും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അവരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് ഫുഡ് കിടിലമാണെന്നാണ് എനിക്ക് തോന്നിയത്. ചേട്ടൻ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പനീർ ബട്ടർ മസാല, അതായത് ആ പനീർ എന്ന് പറയുന്നത് ഫ്ലഫി ഫീലാണ് നമുക്ക് വരുന്നത്.
ഭയങ്കര സോഫ്റ്റാണ്. ഞാനും ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി. അധികം എരിവുമില്ല, അതായത് വലിയ രീതിയിലുള്ള എരിവൊന്നുമില്ല. പക്ഷേ ഈ പനീർ ഭയങ്കര സോഫ്റ്റാണ്. വായിൽ വയ്ക്കുമ്പോഴേ അരിഞ്ഞു പോകുന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഞാൻ പയ്യെ കഴിച്ച് തുടങ്ങി. എനിക്ക് ചില്ലി ഗോപിയാണ് അവിടെ ഏറ്റവും കിടിലം ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ കുറച്ച് ചില്ലി ഗോപി എടുത്ത് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നോ, കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഉള്ള കാര്യം പറയാം, ജെന്യുവനായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോസിൻ്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ സോസ് അങ്ങനെ ഭയങ്കര എറിച്ച് നിൽക്കുന്നു എന്നൊന്നും നമുക്ക് പറയത്തില്ല. അങ്ങനെ ചേട്ടനും ചില്ലി ഗോപി മാത്രമായിട്ട് ഒന്നെടുത്ത് കഴിച്ചു നോക്കി. നല്ല അപാര ടേസ്റ്റാണ് അത് തരുന്നത്. അത് ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, കിടിലൻ ടേസ്റ്റാണ് എന്ന്. എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അച്ഛന് വന്നിട്ടുള്ള പ്ലെയിൻ ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പ്ലെയിൻ ദോശയും വെള്ളച്ചമ്മന്തിയും എൻ്റെ പൊന്നോ അപാര ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ, ഞാൻ ശാന്തിഗിരിയിലെ നെയ് റോസ്റ്റും വെള്ളച്ചമ്മന്തിയും കൂടെ കഴിക്കുമായിരുന്നു. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ് അവിടുത്തെ. പിന്നീട് അങ്ങനെ അധികം ഞാൻ ശാന്തിഗിരിയിൽ നിന്ന് കഴിക്കത്തില്ല, കാരണം അവിടെ കൂടുതലും വെജാണ്. അവിടെ വെജ് മാത്രമേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ ഇവിടെ ആ പ്ലെയിൻ ദോശ ചമ്മന്തിയിലൂടെയും ട്രൈ ചെയ്ത് നോക്കി, അതുപോലെ തന്നെ സാമ്പാറിലൂടെയും ട്രൈ ചെയ്ത് നോക്കി. അച്ഛൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ രണ്ടും കിടിലൻ ടേസ്റ്റാണ് നൽകുന്നത്. അതായത് ചപ്പാത്തി നമ്മൾ കഴിച്ച് തീർന്നു, അങ്ങനെ നമ്മൾ എക്സ്ട്രാ 2 ചപ്പാത്തി കൂടി പറഞ്ഞു. ആ സമയം കൊണ്ട് ചേട്ടൻ പറഞ്ഞ മട്ടർ പനീർ ദോശ വന്നിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ് ഈ മട്ടർ പനീർ ദോശ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മുളക് പോലെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ട് എനിക്കറിയത്തില്ല, എന്തോ ചേട്ടൻ കഴിച്ചു നോക്കി. ഞാൻ വിചാരിച്ച് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്, പക്ഷേ സ്പൈസി ആയിട്ടുള്ളതൊന്നുമല്ല, നല്ല ടേസ്റ്റ്. അവരത് സെർവ് ചെയ്ത രീതിയാണ് എന്നെ അതിലോട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചത്. അതായത് 4 സ്ലൈസായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അത് തന്നെ എനിക്കൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. ഞാൻ പക്ഷേ എന്നാലും ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ട് ഞാൻ പയ്യെ കഴിക്കും. ചേട്ടൻ പിന്നെ മട്ടർ പനീർ ദോശ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അതായത് എനിക്ക് പേടിയുണ്ടായിരുന്നു സ്പൈസി ആണോ അല്ലേന്ന്. പക്ഷേ അമ്മ കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സംഭവം സ്പൈസി അല്ല എന്നുള്ളത്. ഇതിനകത്ത് കിടക്കുന്ന ഈ മുളക് ഐറ്റംസ് ഇല്ലേ, എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കി. അധികം സ്പൈസി അല്ല എന്നെനിക്ക് അപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്. സ്പൈസി അല്ല, പക്ഷേ കിടിലൻ ടേസ്റ്റാണ്. കിടിലൻ ടേസ്റ്റ് മീൻസ് സാധാരണ ദോശയിൽ നമ്മൾ അധികം എരിവില്ലാത്ത മുളക് എങ്ങനെ ഇടുന്നുണ്ടോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പം ഇവിടുത്തെ ഈ ഒരു ചില്ലി ഗോപി എൻ്റെ പൊന്നു കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ പനീർ ബട്ടർ മസാല ഉള്ളൂ. പക്ഷേ ഇവരെല്ലാവരും ഇപ്പോഴും അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. TV മോണിറ്ററിൽ ഇപ്പോഴും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഫുഡ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ ആ ഒരു ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നാണ് കഴിക്കുന്നത്. ആൾക്കാർ ഇപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ആൾക്കാർ ഇറങ്ങും തോറും ഓരോ ആൾക്കാർ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒരുപക്ഷെ അവർ കയറുന്ന ഇവിടുത്തെ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കാം. അങ്ങനെ അപ്പുറത്തൊക്കെ സെർവ് ചെയ്യുന്ന ഞാൻ നോക്കി. സെർവിങ് എല്ലാം വളരെ കിടിലമാണ് കേട്ടോ. ഞാൻ ജെന്യുവനായിട്ട് ഓപ്പണായിട്ട് പറയാം, സെർവിങ് ഒക്കെ കിടിലമാണ്. പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് മൊമെൻറ്റോ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇന്നവരെ ഞാൻ മറ്റ് ഹോട്ടലിലൊന്നും ഇങ്ങനെ വെച്ചിട്ടുള്ള കണ്ടിട്ടില്ല. പക്ഷേ സംഭവം ഏതായാലും കൊള്ളാം. TV മോണിറ്ററിൽ ഇപ്പോഴും പല യൂട്യൂബേഴ്സ് ഇട്ട വീഡിയോസും കാണിക്കുകയാണ്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇനി ഞാനിടുന്ന വീഡിയോസും അവിടെ കാണാൻ വഴിയുണ്ട് എന്നാണ്. ഉച്ചയ്ക്ക് കൊടുക്കുന്ന മീൽസും കാര്യങ്ങളും എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഒരു ദിവസം എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് ഇവിടെ ഒന്ന് വരണം എന്നെനിക്ക് വലിയൊരു ആഗ്രഹമൊക്കെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാനും ചേട്ടനും മാത്രമേ കഴിച്ചു തീരാൻ ബാക്കിയുള്ളൂ. പക്ഷേ അച്ഛൻ ഇപ്പോഴും ആ മട്ടർ പനീർ ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അച്ഛൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു. അങ്ങനെ പിന്നീട് അച്ഛൻ ആ സ്ലൈസിൽ നിന്ന് ഒരു സ്ലൈസ് കീറി എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രൈഡ് റൈസ് തീർത്തു. പക്ഷേ എനിക്ക് റൈസിനെക്കാളും ഇഷ്ടപ്പെട്ടത്, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്, ചില്ലി ഗോപിയാണ് എനിക്ക് അതിൽ നിന്നും ഇഷ്ടപ്പെട്ടത്. മട്ടർ പനീർ ദോശയെക്കാളും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ ചില്ലി ഗോപിയാണ്. ഫുഡെന്ന് പറയുന്ന കാര്യം ആസ്വദിച്ച് കഴിക്കാനുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഫുഡ് കഴിച്ചത് ഏകദേശം 1 മണിക്കൂർ പിടിച്ച്. പിന്നെ കൈ കഴുകാനായിട്ട് പോയി. അവിടുത്തെ കൈ കഴുകുന്ന സ്ഥലമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഞാൻ കയറിയപ്പം വലിയ വൃത്തിയൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. കിടിലം വൃത്തി കാര്യങ്ങളൊക്കെയാണ്.
അങ്ങനെ അവരിപ്പോൾ കഴിച്ച് എണീക്കും. അവർ കട്ടൻ ചായ അതുപോലെ തന്നെ കോഫി, ടീ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും കഴിച്ചില്ല. ബില്ല് നോക്കിയപ്പം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 1400 1600 പക്ഷേ ബില്ല് വന്നപ്പം ഏകദേശം 767 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അത് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം. ബില്ല് പേ ചെയ്യാൻ പോയി. അങ്ങനെ ചേട്ടൻ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാറൊക്കെ ഇപ്പോൾ വന്ന ആൾക്കാരുടെയാണ്. പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ അധികം വലിയ രീതിയിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ലെങ്കിലും പക്ഷേ ഉണ്ട് എന്നേ പറയാൻ പറ്റൂ. ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പം രാത്രി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മളെ പോത്തീസിൻ്റെ അതുവരെ പോകണം, കാരണം അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. എന്നിട്ട് ഓട്ടോ വിളിച്ചായിരുന്നു നമ്മൾ. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ കണ്ടു. അങ്ങനെ ആ ഓട്ടോയെ കൈ വിളിച്ച് നിർത്തി. ഇന്ന സ്ഥലത്താണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അവർ നമ്മളവിടെ കൊണ്ടാക്കി. ഈ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു സ്ഥലം സത്യത്തിൽ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. രാത്രിയിൽ കിടിലം രീതിയിലുള്ള ഫുഡ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് വന്നു, ഒരു രക്ഷയില്ല. നൈറ്റ് ലൈഫ് ട്രിവാൻഡ്രത്ത് കിടിലാണ്. ഞാൻ ഫുഡിൻ്റെ ബേസിസിലാണ് പറയുന്നത്, വേറൊന്നും വിചാരിക്കരുത്. നൈറ്റ് ലൈഫ് ട്രിവാൻഡ്രത്ത് കിടിലമാണ്. അത് കാഴ്ചകളായാലും ഫുഡായാലും എന്തായാലും. അപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുമ്പം ഇനി ട്രിവാൻഡ്രത്ത് രാത്രി വന്നിട്ട് ഒരു കിടിലം നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ പോവുക, കഴിക്കുക എന്ന് പറയുമ്പം ട്രിവാൻഡ്രത്ത് വെറൈറ്റീസ് ഓഫ് മന്തി കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാത്രി ഇനി മന്തി കിട്ടുമെന്തോ എനിക്കറിയത്തില്ല. പക്ഷേ ചേട്ടനോട് ചോദിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ നിർത്താം. ടുഡേ ഐ ആം സൈനിങ് ഓഫ്. വ്ലോഗർ കിത്തു വിത്ത് ഹിസ് ഫാമിലി. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്.